ഹായ്, ഇന്ന് നമുക്ക് അവലും പഴവും ഉപയോഗിച്ച് നല്ലൊരു പലഹാരം ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ 2 ഏത്തപ്പഴം, നല്ല പഴുത്ത ഏത്തപ്പഴമാവണം കേട്ടോ. ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇനി നമുക്ക് ഒരു 1.5 കപ്പോളം നമുക്ക് വറുത്തെടുത്ത അവൽ വേണം. ഇപ്പോൾ വറുക്കാത്ത അവലാണെങ്കിൽ ഒന്ന് വറുത്തെടുക്കുക. അതിന് ശേഷം നമുക്കൊരു 1.5 കപ്പോളം ഇത് ആവശ്യമുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് ഇതേപോലെ നമുക്കൊന്ന് പൊടിച്ച് എടുത്ത് വെക്കാം. അപ്പോൾ ഏത് കളറ് അവലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. മട്ട അവലാണെങ്കിൽ അതായാലും എടുത്താൽ മതി. എൻ്റെ കയ്യിലിപ്പോൾ വെള്ള അവലുള്ളതുകൊണ്ടാണ് അതെടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു പാത്രം ചൂടാക്കിയിട്ട് അതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ തൊട്ട് 1 ടേബിൾ സ്പൂൺ വരെ, അതായത് നമ്മുടെ ഇഷ്ടാനുസരണം നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മളിവിടെ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നെയ്യ് നല്ല പോലെ ഒന്ന് ഉരുകി വരുമ്പോഴത്തേക്കും നമുക്കതിലോട്ട് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഏത്തപ്പഴത്തിൻ്റെ കഷ്ണങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ നെയ്യിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ പഴം നെയ്യിലിട്ട് വഴറ്റുമ്പോൾ തന്നെ നല്ലൊരു മണമായിരിക്കും, നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒത്തിരി നെയ്യ് ചേർക്കാൻ ആഗ്രഹമുള്ളവർക്ക്, കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നല്ല പോലെ നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് കണ്ടോ, ഇതേപോലെ നല്ല പോലെ ഒന്ന് ഉടങ്ങി വരുന്ന ഈ ഒരു പരുവത്തിലാവുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നല്ല പഴുത്ത ഏത്തപ്പഴം തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ അവലുണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് രണ്ടും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ആദ്യം ഒന്ന് ഇളക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, ഈ പഴവും നമ്മുടെ ഈ അവലും കൂടിയിട്ട്. കുറച്ച് കഴിയുമ്പോൾ അത് നമുക്ക് എല്ലാം കൂടി യോജിപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു പരിവാവുന്ന വരെ നമുക്കൊന്ന് ഇളക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മധുരം അനുസരിച്ച് നമുക്ക് ശർക്കര നീര് ചേർത്ത് കൊടുക്കാം കേട്ടോ. ശർക്കര പാനി, അതായത് ശർക്കര കുറച്ച് വെള്ളത്തിൽ ഉരുക്കിയെടുത്തതാണ്. അപ്പോൾ നമ്മുടെ മധുരം അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് ഉരുക്കിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഏത്തപ്പഴത്തിൻ്റെ മധുരമൊക്കെ അനുസരിച്ച് നമുക്കിതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ മധുരം അനുസരിച്ച് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടിയിട്ടിട്ട് നമുക്ക് ചെറിയ തീയിൽ നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. ഇനി നമുക്കിതിലോട്ട് 1 കപ്പോളം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തീരെ കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ വേണ്ട കേട്ടോ, അത്യാവശ്യം കുറച്ച് കട്ടിയുള്ള തേങ്ങാപ്പാൽ, എന്നാൽ 1/4 പാലും വേണ്ട. അപ്പോൾ ആ തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇത് നല്ല പോലെ ചെറിയ തീയിൽ നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ അവലും ശർക്കരയും നമ്മുടെ പഴവും തേങ്ങാപ്പാലും ഒക്കെ ചേർന്ന് നല്ല പോലെ ഒന്ന് നമുക്ക് ചെറിയ തീയിലൊന്ന് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് നമുക്ക് നെയ്യ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ആയാലും കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർ നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ശരിക്കും ഒത്തിരി നെയ്യൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ നെയ്യൊക്കെ ശരിക്കും ഇങ്ങനെ തെളിഞ്ഞ് വരും. നമ്മളിവിടെ കുറച്ചും കൂടെ ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് അത്ര നെയ്യൊന്നും ചേർത്തിട്ടില്ല. അവസാനമായിട്ട് ഞാൻ ഇവിടെ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് ഇത് നെയ്യ് പുരട്ടിയ ഒരു പാത്രത്തിലോട്ട് നമുക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന് പകരം നമുക്ക് കുറച്ച് നട്ട്സൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ നമുക്ക് ഇവിടെ എല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നല്ല പോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. നല്ല പോലെ ഒന്ന് അമർത്തി പ്രസ് ചെയ്ത് നമുക്കിതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കശുവണ്ടിയോ ബദാമോ ഇഷ്ടമുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു സ്പൂണിൻ്റെ ബാക്കിൽ കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം പുരട്ടിയതിന് ശേഷം നമുക്ക് അതുകൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അവലും പഴവും കൊണ്ടുള്ള പലഹാരം റെഡി ആയിട്ടുണ്ട്. നല്ല പോലെ തണുത്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. ഒത്തിരി മധുരമൊന്നുമില്ല, അതായത് നമുക്ക് മധുരം ചേർക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതനുസരിച്ച് ശർക്കര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ നല്ലൊരു അടിപൊളി പലഹാരമാണ്, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കാം കേട്ടോ. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.